ഗൈസ് ആരും വിശ്വസിക്കില്ലേ, ഉമ്മാര് കള്ളന്മാരാ. ഫേക്ക് നാറ്റീസ് ആണ്. നീ ഫുള്ള് ബെൻഡാവല്ലേ? എടാ പൊട്ടാ. പോട്ടെ 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 പോട്ടെ. വലിയ 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 പോട്ടെ പോട്ടെ പോട്ടെ. പോട്ടെ 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 3 പോട്ടെ പോട്ടെ പില്ലർ. ഹലോ ഗൈസ്, എല്ലാവർക്കും ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ പീക്ക് വീക്ക് ഡേ 2 ആണ് ഇന്ന്. നമുക്കിന്ന് ബാക്ക് ഡേ വ്ളോഗാണ്. സോ നമ്മൾ ജിമ്മിലേക്ക് വന്ന് എല്ലാം റെഡിയായി പോകാൻ പോവാണ്. അതിന് മുമ്പ് നമ്മൾ പ്രീ വർക്കൗട്ടായിട്ട് ഓറഞ്ച് എടുത്തു. ഇനി നമുക്ക് വേ പ്രോട്ടീനും കുടിച്ചിട്ട് നേരെ ജിമ്മിലേക്ക് പോകും. അതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ്, ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്യുക. നമ്മൾ 4K സബ്സ്ക്രൈബിലേക്ക് അടുത്തോണ്ടിരിക്കുകയാണ്. സോ പ്രീ വർക്കൗട്ട് കുടിച്ചിട്ട് നേരെ ജിമ്മിൽ പോകാം. ജിമ്മിൽ അവന്മാരുണ്ടെന്ന് തോന്നുന്നത്, ബാക്ക് വർക്കൗട്ട് ഇന്ന് ആർക്കെങ്കിലും ഉണ്ടോയെന്ന് അറിയില്ല. സോ ഒറ്റയ്ക്കായിരിക്കും ചിലപ്പോൾ, അല്ല ആരെങ്കിലും കാണും. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് ജിമ്മിൽ ചെന്നത് കാണാം. ഗൈസ്, ഇപ്പോൾ നമ്മൾ പ്രീ വർക്കൗട്ട് എടുക്കാൻ പോവാണ്. ആസ് യൂഷ്വൽ മസിൽ ബ്ലൈസ്. ആൻഡ് നമുക്ക് തണുത്ത വെള്ളം ആദ്യം 300 ml കറക്റ്റ് ഒഴിക്കാം. ഞാൻ 300 ml വെള്ളമാണ് എടുക്കണേ, കാരണം ഇതിന് ഭയങ്കര ഫ്ലേവറുണ്ട്, നല്ലൊരു ഫ്ലേവറുണ്ട് ഇതിന്. സോ 200 ml വെള്ളം എടുത്തു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് മധുരം ഫീൽ ചെയ്യണം. മധുരം ഉള്ളത് നല്ലതാണ്. ആൻഡ് ഇതാകുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് വെള്ളം വെയിറ്റിലായിട്ട് പോകും, നല്ല ടേസ്റ്റും ഉണ്ട്. സോ 300 ml വെള്ളവും വേ പ്രോട്ടീൻ. അപ്പം നമ്മൾ വേ എടുത്തിട്ട് നേരെ ജിമ്മിലേക്കാണ്. ജിമ്മിൽ പോണതിന് മുമ്പ് ഒരാളെ പിക്ക് ചെയ്യാണ്ട്. ശ്രീലക്ഷ്മി എൻ്റെ കൂടെയാണ്, ഇന്ന് അവളൊന്ന് വന്നിട്ടുണ്ട്. സോ അവളെ പിക്ക് ചെയ്യണം. അവളെ പിക്ക് ചെയ്തിട്ട് നേരെ ജിമ്മിലോട്ടാണ്. വേറെ പരിപാടിയൊന്നുമില്ല. ജിമ്മിൽ ചെല്ലുക, വർക്കൗട്ട് ചെയ്യുക, വ്ളോഗ് എടുക്കുക, ആൻഡ് ലാസ്റ്റ് പോസിങ് ഞാൻ പോസ്റ്റ് ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ദിവസം കാണിക്കാൻ ഓർത്തിട്ടാണ്. സോ ഇത് ഷെയ്ക്ക് ചെയ്ത് കുടിച്ചിട്ട് നമുക്ക് നേരെ ജിമ്മിലോട്ട് പോകാം. നിങ്ങൾ മാംഗോ മേടിക്കുവാണെങ്കിൽ ഒരു നല്ല ഓപ്ഷൻ ആയിരിക്കും. ഞാൻ ചോക്ലേറ്റ് ഭ്രാന്തരാണ്. ആൻഡ് എല്ലാവരും പറയണ കേട്ട് മാംഗോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ നിർത്തും. പക്ഷേ ആദ്യം എനിക്ക് ടേസ്റ്റ് ചെയ്തപ്പോൾ ഒരു ചെറിയ ടോണിക്കിൻ്റെ ചൊവ്വ തോന്നി. ആൻഡ് അത് കഴിഞ്ഞ് പയ്യെ എന്ന് വെച്ചാൽ രണ്ടാമത്തെ ദിവസമായപ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ ഇതിൽ അഡിക്റ്റഡ് ആണ് ഞാൻ. ഈ ഫ്ലേവർ ഞാൻ ഇഷ്ടമായി. ഇനി എനിക്ക് കോഫിയുടെ ട്രൈ ചെയ്യണം. കോഫിയും ചോക്ലേറ്റുമാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവേഴ്സ്. അപ്പോൾ അത് രണ്ടും ഇനി കോഫി കൊണ്ട് ട്രൈ ചെയ്തിട്ട് ഏതാ ബെസ്റ്റ് നോക്കാം. റിച്ച് ചോക്ലേറ്റ് നൈസാ, മാംഗോയും നൈസാ. ഇത് രണ്ടാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. വാനില ഞാൻ നോക്കിയിട്ടില്ല. വാനിലയോട് എനിക്ക് അത്ര താല്പര്യമില്ല. അപ്പോൾ ഇത് കുടിച്ചിട്ട് നമുക്ക് നേരെ ജിമ്മിൽ പോവാം. സൂപ്പർ സാധനം. അപ്പം നമുക്ക് ഇത് ഫിനിഷ് ചെയ്തിട്ട് ജിമ്മിൽ പോവാം. പാക്കൊക്കെ ചെയ്ത് ജിമ്മിലോട്ട് പോവാണ്. അപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. പെണ്ണേ പോവാണേ. ഇപ്പം നമ്മൾ ജിമ്മിലോട്ട് പോവുക. നല്ല ഐശ്വര്യം. നാളെ നീ പോസ്റ്റ് ചെയ്യണില്ലല്ലോ വീഡിയോ. ഗൈസ്, അപ്പം നമ്മൾ ജിമ്മിലെത്തി. സ്റ്റെപ്പ് കയറുന്നു ഗൈസ്. നമ്മൾ സ്റ്റെപ്പ് കയറാം. 1 2 3 4 5 6 7 8 നമ്മൾ സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുക. മൺഡേ എത്തിയിട്ട് കാണാം. 12 സ്റ്റെപ്പ് ഉണ്ട്. നാണോ ഹൈസ്. അപ്പോൾ നമ്മൾ ജിമ്മിലെത്തി. ബാക്ക് വർക്കൗട്ട് ചെയ്യാൻ പോവാം. ഞാൻ ഒറ്റയ്ക്കാ, ഇവൻ്റെ ലെഗ്ഗാ. ഓക്കെ കാണാം ഗൈസ്. അപ്പോൾ ഫസ്റ്റ് വർക്കൗട്ട് ചെസ്റ്റ് സപ്പോർട്ടർ ഡംബൽ റോയാണ്. സോ ഫസ്റ്റ് നമുക്ക് 15 സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് ഫസ്റ്റ് സെറ്റും ലാസ്റ്റ് സെറ്റും നമുക്ക് കാണിക്കാം. 15 കിലോ അവിടെ കയറ്റി ഒട്ടിച്ചതാണ്.
ഒന്നുമില്ല വീഡിയോ. ഗൈസ് അപ്പോൾ ആദ്യത്തെ സെറ്റ് കഴിഞ്ഞ് ഇനി നമുക്ക് ലാസ്റ്റ് സെറ്റ് വരാം. 25 വരെ പോവാം. എന്നിട്ട് 25 30 പോകുമെന്ന് നമുക്ക് നോക്കാം. 25 12 അല്ലെ 10 റപ്പൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് 30 കൂടെ നോക്കാം. സോ ലാസ്റ്റ് സെറ്റിൽ കാണാം. ഗൈസ് അപ്പോൾ ലാസ്റ്റ് സെറ്റാണ് 25 കിലോ. ആൻഡ് ഇതൊരു 12 അല്ലെ 10 ഒക്കെ പോവുകയാണെങ്കിൽ നമുക്ക് 30 ഗുണം പുഷ് ചെയ്യാം. സോ അടിക്കാം. ഗൈസ് അപ്പോൾ ഇനിയൊരു സെറ്റ് വേണം പോകണ്ട. കാരണം നമുക്ക് ഇനിയും 4-5 വർക്കൗട്ടുണ്ട്. സോ ഇതോടെ നിർത്താം. ഇനി നമുക്ക് ക്ലോസ് ഗ്രിപ്പ് ലാറ്റ് പുൾ ഡൗൺ ചെയ്യാം. അതാണ് ഇനി സെക്കൻഡ് വർക്കൗട്ട്. അതും 3 സെറ്റേ ഉള്ളൂ. സോ നെക്സ്റ്റ് അത് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് സെറ്റും ലാസ്റ്റ് സെറ്റും എല്ലാത്തിനും കാണിക്കൊണ്ടല്ല, ലെങ്ത് ഭയങ്കരമായിട്ട് കൂടിപ്പോവും. സോ അടുത്ത വർക്കൗട്ടിലേക്ക് പോകാം. ഗൈസ് ഇപ്പോൾ നമ്മുടെ സെക്കൻഡ് വർക്കൗട്ടാണ് ലാറ്റ് പുൾ ഡൗൺ. സോ ഫസ്റ്റ് സെറ്റ് അടിക്കാം. ഗൈസ് അപ്പോൾ ഇത് ആദ്യത്തെ സെറ്റ് കഴിഞ്ഞ് ഇനി ലാസ്റ്റ് സെറ്റിൽ കാണാം. ഗൈസ് അപ്പോൾ ലാസ്റ്റ് സെറ്റാ ഇതുകൊണ്ടേ ഉള്ളൂ. ഫൈനൽ സെറ്റ് ലാറ്റ് പുൾ ഡൗൺ ക്ലോസ് ഗ്രിപ്പ്. ഗൈസ് അപ്പോൾ ക്ലോസ് ഗ്രിപ്പ് ലാറ്റ് പുൾ ഡൗൺ കഴിഞ്ഞ് ഇനി നമുക്ക് ചെസ്റ്റ് സപ്പോർട്ട് ഒരു മിഷൻ വർക്കൗട്ടുണ്ട്. നെക്സ്റ്റ് വർക്കൗട്ട് അതാണ്. അപ്പോൾ അത് ചെയ്യാൻ പോകാം. ഗൈസ് അപ്പോൾ ഇതിൽ ആദ്യത്തെ സെറ്റാണ്. ഇതും 3 സെറ്റാണ്. ആദ്യത്തെ സെറ്റും അവസാനത്തെ സെറ്റും കാണിക്കാം. അപ്പോൾ ഇത് ആദ്യത്തെ സെറ്റ് കഴിഞ്ഞ് ഇനി ലാസ്റ്റ് സെറ്റിൽ കാണാം. ഗൈസ് അപ്പോൾ ഹെൽത്ത് ഹൗസ് ജോയിൻ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് നമ്മൾ ചെയ്തൽ ബാക്കിൻ്റെ തന്നെ പ്രപ്പിന് ഇവൻ്റെ പ്രപ്പിൽ നമ്മൾ ലാസ്റ്റ് ബാക്ക് ചെയ്തേ വീഡിയോ. ആൻഡ് വീണ്ടും വന്നിരിക്കുന്നു. കുറച്ച് ലേറ്റായി. സെക്കൻഡ് സെറ്റ് അപ്പോൾ ഇത് കാണിക്കാൻ നടത്ത്. എൻ്റെ സെക്കൻഡ് സെറ്റ് എൻ്റെ ആദ്യ സെറ്റ്. നീ ആദ്യ സെറ്റ് അടിക്കുവാണോ? എന്നാൽ ആദ്യ സെറ്റ് നീ അടിക്കും. 20 പോലെ. ഗൈസ് അപ്പോൾ എൽദോസിൻ്റെ ആദ്യത്തെ സെറ്റ്. ഞാൻ ഫസ്റ്റ് സെറ്റ് അടിച്ച്. ഫസ്റ്റ് സെറ്റ് ഞാൻ അടിച്ച്. സെക്കൻഡ് സെറ്റ് ആയത് എത്രണ്ണം വെച്ചാ? എത്രണ്ണം വെച്ചാ? 3 അല്ല 12 റപ്പ്. 12, 10, 8 അതാണ് കാൽക്കുലേഷൻ. എടുത്തു തന്നെ. ഇതാണ് അനീതാണ് ഞാൻ കേട്ടെ.
പോട്ടെ ഈസി. പോട്ടെ 11. അണ്ടറോടെ പോട്ടെ 1. ഗൈസ് അപ്പോൾ എൻ്റെ ലാസ്റ്റ് സെറ്റായി. അതിൽ വന്നു നീ അതിലടിച്ചോ, അത് മറിച്ചിടേണ്ടിരുന്നായി. അത് പൊക്കി തരുമോ? അതല്ല, താഴെ പിടിച്ച് പൊക്കണം പൊട്ടോ. ഞാനപ്പോൾ എവിടെ പിടിക്കും? ഓക്കെ കേട്ടോ. അയ്യോ ഞാൻ സൈഡിലോട്ട് പോകണം. ഞാൻ സൈഡിലേക്ക് പോകണം. ആ കേട്ടോ. വെയിറ്റ് കൂടുതലാണ് സത്തേ. അവിടെ 2 easy ഇവിടെ 3 4 5 പയ്യെ ഹോൾഡ് ചെയ്തിട്ട് പയ്യെ ഇട്. 7 ഇവിടെ 8 ഇവിടെ 9 ഇവിടെ 10 ഇവിടെ വലിയ അപ്പോൾ എൻ്റെ തേർഡ് സെറ്റ് കഴിഞ്ഞു. ഇനി എൽദോസിൻ്റെ തേർഡ് സെറ്റ്, ലാസ്റ്റ് സെറ്റ്. ചത്ത ഓക്കെ തന്നെ. അതിൻ്റെ ഇടയ്ക്ക് ആരോ വിളിക്കണം. വെയിറ്റ് കൂടുതലാണെന്നൊരു സംശയം കണ്ടില്ല. ഇല്ല പോട്ടെ, പട്ടണാത്രം പോ. 1 പോട്ടെ 2 പോട്ടെ ഈസി പോട്ടെ 3 പോട്ടെ 4 പോട്ടെ 5 പോട്ടെ 6 പോട്ടെ 7 പോട്ടെ. ഒരെണ്ണം പോകൂടെ? വലിയ പോട്ടെ 1 പോട്ടെ 2 പോട്ടെ 3 1 more. അതെ ഗൈസ് അപ്പോൾ ഈ വർക്കൗട്ട് കഴിഞ്ഞു. നമുക്ക് സീറ്റ് ഡ്രോയിൽ സിംഗിൾ ആമാണ്. ആൻഡ് അത് മാത്രമല്ല അപ്പോൾ ആ ബൾക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് തന്നെ അതെ ഇപ്പോൾ ഒരു പേര് കിട്ടും ജീവ എന്നുള്ളത്. അവൻ്റെ ഒരു കണ്ണ് വച്ച് മുട്ട പപ്സ് കഴിച്ച് ഫുഡ് പോയ്സൺ പിടിച്ചു. എല്ലാം പോയി. പക്ഷെ സിക്സ് പാക്ക് പോയിട്ടില്ല. അതന്നെ പോയി. ഗൈസ് അപ്പോൾ അടുത്ത വർക്കൗട്ടിലേക്ക് പോകും. ഗൈസ് അപ്പോൾ സിംഗിൾ ആം ലാറ്റ് പുൾ ഡൗൺ എന്നല്ലേ പേര്? കേബിൾ ഓണാ. ഗൈസ് അപ്പോൾ അടുത്ത വർക്കൗട്ടിലേക്ക് നമ്മൾ ഒരു വർക്കൗട്ട് സ്കിപ്പ് ചെയ്ത് അതിന് ലാസ്റ്റ് നമ്മൾ 2 വർക്കൗട്ട് ഓൾറെഡി ചെയ്ത്. അപ്പോൾ ലാസ്റ്റിന് അടുത്തൊരു വർക്കൗട്ട് കേബിളിൽ ഫുൾ അതിൻ്റെ മെഷീൻ ഇതിൻ്റെ പേരന്നെ എനിക്കും കറക്റ്റ് പേരറിയത്തില്ല. എൻ്റെ ഫസ്റ്റ് ടൈമാണ്. ഞാൻ ലാറ്റ് പുൾ ഡൗൺ കുറവായതുകൊണ്ട് എനിക്ക് അഭിത്തരൻ ഈ വർക്കൗട്ടാണ് പറഞ്ഞേക്കണേ. സോ നമുക്ക് അടുത്ത ഇത് ചെയ്യാം. ആക്ച്വലി എൻ്റെ വർക്കൗട്ടൊന്നും ഇതല്ല. പിന്നെ അവനിവിടെ കമ്പനിക്ക് വേണ്ടി അന്ന് ഞാൻ നിന്ന പോലെ ഇന്നെനിക്ക്. ഹലോ ഓക്കെ ഇത് സ്ട്രെച്ച് കൊടുക്കുക. ഇവിടെ പിടിച്ചിട്ട് നേരെ പുള്ളി ചെയ്യുക. ഇവിടെ 9 10 1 2 ഒരു കൈ ഫെയിലർ വെയിറ്റ് കൂടണോ? അതായത് ഫസ്റ്റ് വരില്ലേ അങ്ങനെ കാണിച്ചല്ലേ പോവും വെയിറ്റ് പോകും. ഓക്കെ 4 സെറ്റ് നോക്കാം. ഓണ സാർ 5 10 രണ്ടെണ്ണം ഈസി കൈ 2 1 ലാസ്റ്റ് 1 2 ഓക്കെ. അപ്പോൾ എൻ്റെ 1 സെറ്റ് കഴിഞ്ഞ് ഇനി എൽദോസ് ജിയുടെ
ആദ്യത്തെ സെറ്റ് ഇപ്പൊ തന്നെ പോരെ മതിയായിരിക്കും. സ്റ്റാർട്ടിങ് വലിയ വെയിറ്റ് ഒന്നുമില്ലല്ലോ. പോട്ടെ. ആ അതെ സ്ട്രെച്ച് ചെയ്ത് കൊടുത്തോ. നീ പോണ്ട, ലാഡ്സ് അങ്ങ് വിട്. അതന്നെ അങ്ങനെ പിടിച്ച് ചെയ്തോ. അതെ പോട്ടെ. ആ അതെ ബെന്നിനെ ഊരിക്കോ. ഓക്കെ പോട്ടെ. 4 അല്ലേടാ? പോട്ടെ പോട്ടെ. 5 7 8 അത് കേൾക്കാതെ 9 അല്ലേ? പോട്ടെ. 10 easy. 2 more. പോട്ടെ പോട്ടെ. 1 പോട്ടെ. 2 easy. ഓക്കെ കൈ മാറ്റി പോയാനെ. ഓ വെയിറ്റ് നമുക്ക് പുഷ് ചെയ്യാം. ഒരു 3 സെറ്റ് വേണം വേണേ. ഇവിടെ ഒരു വേന തന്നെയല്ലേ? വേദനയുണ്ട്. 1 ഈ കയ്യിലെന്തോ ശരിയാവാത്ത പോലെ. അത് നീ ഇല്ലേ ഇരിപ്പ് ശരിയാക്കണ്ടേ? ഇച്ചിരി ചരിഞ്ഞിരുന്നേ. എങ്ങനെയാ? ആ ഓക്കെ അല്ലേ? 3 പോട്ടെ. 4 പോട്ടെ. 5 പോട്ടെ. 9 പോട്ടെ നല്ലോളെ. 10 പോട്ടെ. 2 more. Easy. 1 2 ഓക്കെ കൊള്ളാവോ? എങ്ങനെയുണ്ട്? കൊള്ളാം. ലെഫ്റ്റ് സൈഡിൽ കുറച്ച് കിട്ടി. ഈ സൈഡല്ലേ? ആ അതെനിക്കും തോന്നാറുണ്ട്. എനിക്കാണ് ഈ ബെഞ്ച് കറക്റ്റ് അല്ലാത്തോണ്ടാണ് എനിക്ക് കാണുന്നത്. ആ ഉപ്പുമുളയിൽ ആ കാണിച്ചോ. വീഡിയോസ് എല്ലാവരും കാണിച്ചോ. കലാകാരി സിനിമയിലുണ്ട്. ഇവളെ എമ്പുരാനിലുണ്ട്. ഇങ്ങോട്ടോ. ഇതാ ജിമ്മി പിന്നെ വെച്ചല്ലേ? ആ പറഞ്ഞോ. നമ്മള് കണ്ടിട്ടില്ലല്ലോ വൈഫിനെ. ഞാൻ അതെ അതല്ല അവള് ചോദിച്ചേ. അവൾ ഇവിടെ ഉണ്ടെന്ന് ഇത്താക്ക് എങ്ങനെ അറിയാന്ന്. ഇക്കാക്ക് ഇവളെ എങ്ങനെ അറിയാം? ഇക്കാക്കല്ല അല്ല ഇത്താക്ക്. കൺഫ്യൂഷനായി. എന്തായാലും അറിഞ്ഞാ പോരെ മതി. അല്ല നിന്നെ കണ്ടിട്ടുണ്ട് ജിമ്മിൽ വന്നത്. ഇക്ക കാണിച്ചിട്ടുണ്ടാവും. ആ എടി നിന്റെ സീരിയല് കണ്ടിട്ടുണ്ട്. നീ ജിമ്മിനെ വെച്ച് അയ്യോ അല്ലേക്ക് ഇവിടെ എമ്പുരാനിലുണ്ട്. ഗൈസ് ഇവള് എമ്പുരാനിലുണ്ട്. എമ്പുരാനിൽ മറ്റേ പിന്നെ പ്രസംഗിക്കുന്ന സീനില്ലേ? അതിനകത്ത് കുറെ ക്രൗഡില്ലേ? അതിനകത്ത് ഇവളുണ്ട്. കളിയാക്കിയല്ല. സീരിയസ് ആയിട്ട് പറഞ്ഞ കളിയാക്കിയല്ല. ഗൈസ് സീരിയൽ നടി പ്ലസ് സിനിമാടിയാണ് ഭാവിയിലെ. ഇങ്ങനെ കണ്ട ഒരു ലുക്കലെന്നേ ഉള്ളു. തല മൊത്തം ബുദ്ധിയാ. മറ്റേ ഫ്ലാഗ് ഒക്കെ വിടർത്തിയപ്പോ നീ ഉണ്ടായിരുന്നോ? ഹെലികോപ്റ്റർ ഇറങ്ങി വന്ന സീനൊക്കെ ഇല്ലേ? അതിനകത്തൊന്നും പറയണം. അപ്പോ ആദ്യത്തെ സെറ്റ് കഴിഞ്ഞ് ഇനി ലാസ്റ്റ് സെറ്റ് വരാം. ഇത്ര നേരം ഇടില്ലായിരുന്നല്ലോ. അതിലുണ്ട് ഇവിടെ. അതിലെ ഹായ് കൊടുക്ക്. എൽദോസേ ലെഗ് അടിച്ചിട്ട് എങ്ങനെ ഉണ്ട്? സിനിമാടി വർക്കൗട്ട് കിട്ടത്തില്ല. എത്രയാടാ ഉണ്ടോ? രണ്ടാമത് പോട്ടെ. അപ്പൊ ലാസ്റ്റ് സെറ്റ് എൽദോസിന്റെ പോട്ടെ. 6 പോട്ടെ. 7 ഫീലർ പോട്ടെ. പറഞ്ഞോടെ. അപ്പുറത്തെ കൈ റൈറ്റ് അല്ലല്ലോ ഇട്ടാണെങ്കിൽ ലെഫ്റ്റ് തന്നെ ആയിരുന്നു. അപ്പൊ ആ ബെഞ്ച് ഇച്ചിരി അങ്ങോട്ട് നീക്കിയിട്ട് പോകും. ഞാൻ ഇച്ചിരി കയറി ഇരുന്നിട്ട് ഇങ്ങനെ അടിച്ചായി. ഇങ്ങോട്ടോ? അത് ഇങ്ങനെയാ? ഇച്ചിരി ഈ സൈഡിലോട്ട് ലെഫ്റ്റിലേക്ക്. പ്രൊഫഷണൽ. ഇവിടെ കാണാത്ത കുറെ പേരുണ്ടല്ലോ. സണ്ണി വന്നിട്ടുണ്ടോ? ഇല്ലോ സണ്ണീനെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള.
മാസത്തിൽ 2 വീഡിയോ ഇടുന്നതാണ്. 1 2 3 2 more easy break. One more. പോട്ടെ. അപ്പോൾ എൽദോസിന്റെ സെറ്റ് കഴിഞ്ഞ് കൈയുടെ പാത കാണിക്കും. നെക്സ്റ്റ് മേരാ സെറ്റ് ഹേ. സണ്ണി എന്നാ സണ്ണി വ്ളോഗിലൊരു ഹായ്. പണിഷർ 7 പണിഷർ ഇൻസ്റ്റ ചെക്ക് ചെയ്യാ ഫോളോ ചെയ്യാ. ഇവിടെ ഒന്ന് പറയാം. ഇത് പണിയില്ലാതെ വർത്താനം പറഞ്ഞു നടക്കുന്ന ഒരു അലവലാതി സണ്ണിയൊക്കെ. സണ്ണീരുടെ അടുത്ത കാര്യങ്ങൾ വർത്താനം പറഞ്ഞു കൊടുത്തു. ഞാൻ വർക്കൗട്ട് ചെയ്യാം. അതൊക്കെ ഇടും കേട്ടോ. അതൊക്കെ എടുത്തിടും കേട്ടോ. ചെവിക്കുന്നതിന് കുഴപ്പമുണ്ടെന്ന് നേരത്തെ അടുത്തൊന്ന് പറഞ്ഞു. നന്നായി പോട്ടെ, സാരല്ല കേട്ടോ. ഞാൻ ബീപ്പിട്ട് മരിക്കതില് എൻ്റെ അമ്മേ. കഴിഞ്ഞ വ്ളോഗിൽ എൽദോസ് നോക്കി, ഈ വ്ളോഗും എൽദോസ് നോക്കി. ലാസ്റ്റ് സെറ്റ് 1 2 3 തീർന്നു. ഇതോടെ തീർന്നു. അവൻ്റെ ഇരിക്കും ബെഞ്ചിന്. Last one. 2 3 4 10 തെരുതിലോടിയോ 1 ഗ്ലാസ് 2 പളവണാന്നല്ലോ ഞാൻ പറഞ്ഞു. ഓരോ വലിയ ഞെട്ടടിയ ഹൈസ്. അപ്പോൾ ഈ വർക്കൗട്ട് കഴിഞ്ഞ് ഇനി ലാസ്റ്റ് വർക്കൗട്ട് സ്മിത്തിൽ അതിൽ അമ്മ ചെയ്തോണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് വെട്ടിക്കൊണ്ടിരിക്കണേ. അത് പൊക്കി വെച്ചിട്ട് വേണം ചെയ്യാൻ. ആശാനാണോ തീരുമാനിക്കുക? ഞാൻ തീരുമാനിക്കും. നീ ആശാൻ പറഞ്ഞിട്ട് എന്തേലും ചെയ്യട്ടെ പോട്ടെ. അത് വെയിറ്റ് വിടത്തില്ല. നടു പോയി അവിടെ എല്ലാം പോയി. നീ ഫുള്ള് ബെൻഡാവില്ലേ? അതാ ഞാൻ ആദ്യം ഇവരോട് മര്യാദക്ക് പറഞ്ഞു. അപ്പൊ പറഞ്ഞ നിന്റെ അളവിന് സെറ്റ് ചെയ്ത് വെക്കാനാ ഞാൻ പറഞ്ഞപ്പോ അവന് ആശ. ഞാൻ പറഞ്ഞപ്പോ നീ മുട്ടിട്ടാണ് കണ്ട. മുട്ട ഒരു സ്ഥലത്ത് തന്നെ. എടാ നീ കുനിയൻ അത്രയും പോയാൽ മതി. നീ പോണത്രയും പോയാൽ മതി. നിന്റെ കാല് എവിടെ അനങ്ങണം അവിടെ നിർത്തുക. അത് തന്നെ. എവിടെ അത് റാൻഡം വർക്കൗട്ട് പറഞ്ഞു കൊടുക്കാൻ. അതാ വിഷയം. അപ്പൊ നിന്റെ മടങ്ങണ പോയിന്റ് എവിടെയാണെന്ന് കണ്ടുപിടിക്കുക. അതിന് തൊട്ട് മുന്നേ വരെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഫസ്റ്റ് സെറ്റ് ബാർബൽ റോ സ്മിത്തില്. എൻ്റെ ബാക്ക് ശരിക്കും അപ്പർ ബാക്ക് വർക്കായ ഒരു വർക്കൗട്ടായത്. നമ്മൾ ആദ്യത്തെ വീഡിയോ എടുത്തപ്പോഴും ബാക്കിന് അവസാനമായിട്ട് ചെയ്തതാണ് തന്നെ. എനിക്കാണെങ്കിൽ സ്മിത്ത് ചെയ്യാൻ അറിയില്ല എന്താവുന്ന ഇതിന്. പയ്യെ പടന്ന് വിമ്മ അടിച്ചു പോകല്ലേ. പയ്യടി ഫസ്റ്റ് സെറ്റ് അല്ലേ? അടുത്ത വെയിറ്റ് കിട്ടും. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. അടിക്കുമ്പോൾ വൃത്തിയായിട്ട് അടിക്കണം. ഞാൻ പഠിക്കണോ എൽദോസിന്റെ ഫസ്റ്റ് സെറ്റ് അടി. നീ ടാറ്റ് പറഞ്ഞിട്ട് പറഞ്ഞു പോകല്ലേ അടി. കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെയായിരുന്നു? പോകട്ടോ കുറച്ച് കഴിഞ്ഞ് വീണ്ടും പണി മേടിച്ചു ഫോണിൽ 2 മിനിറ്റ് ഉണ്ടെന്ന്. ഇത് ഇപ്പം അത്ര ശരിയല്ല കേട്ടോ. ചൂടെ ഫ്രണ്ടോട്ട് ആർച്ച് ഫ്രണ്ടിലേക്കാണ്. കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക്. ഞാൻ നിന്റെ ആംഗിൾ കറക്റ്റ് സെറ്റ് ചെയ്തിട്ട് വരുന്നത്. എൻ്റെ വേറെ നിന്റെ വേറെ അല്ലേ?
ഫ്രണ്ടിലായിട്ട് ആർച്ചായ ഇങ്ങനെ ബേസിക്കലി ഇൻഡയറക്റ്റ് ആയിട്ട് ഞാൻ പൊക്കയില്ലെന്നല്ലേ നീ പറഞ്ഞത്. അതല്ലടാ, നീ ഇങ്ങനെ തന്നെ ഇപ്പൊ ഓടിച്ചടാ. ബെൻഡ് ചെയ്തിട്ട് ഫ്രണ്ടോട്ട് ആഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് പുള്ളി ചെയ്യാൻ പറ്റും. ഓക്കെ, ചിമ്മയ്ക്ക് ഡിസ്ക്രിമിനേഷൻ കേട്ടോ. പിന്നെ അപ്പർ ബാക്കൊക്കെ ഉണ്ടല്ലോ. ഇച്ചിരി താഴെ. അതെ. 2 പോട്ടെ. 3 4 5 6 7 8 9 പോട്ടെ. 10 11 പോട്ടെ. 3 അവിടെ 30 രണ്ടെണ്ണോടെ പോട്ടെ. 40 1 more 50. ഫസ്റ്റ് സെറ്റ് കഴിഞ്ഞു കത്തോ. ആ പറഞ്ഞോ. ഫസ്റ്റ് തന്നെ വിടാട്ടെ പറ്റാ. അതാ പറഞ്ഞത്. ഇതിപ്പോ ഫസ്റ്റ് സെറ്റ് കഴിഞ്ഞ് ഇനി നീ അടിച്ചോ. ഇവിടെ അല്ല അടിക്കണേ, ഇവിടെ അല്ലല്ലോ ക്രൈസ് അടിക്കണേ. ക്രൈസ് അപ്പോൾ ഫസ്റ്റ് സെറ്റ് അടിച്ച് ഇനി ലാസ്റ്റ് സെറ്റ് കാണാം. നീ അടിക്കുവാണോ? ആ വേണ്ട, 15 അടിക്ക്. പണിത് പോകില്ല. നോക്ക്. ബെൽറ്റ് വേണോ? വേണ്ടായിരിക്കും. വേണ്ടായിരിക്കും. അടിക്ക്. ലാസ്റ്റ് സെറ്റാ എൻ്റെ ലാസ്റ്റ് സെറ്റാ. എൻ്റെ ലാസ്റ്റ് സെറ്റ് അടിച്ചിട്ടില്ല. പോട്ടെ. One 2 3 4 4 പോട്ടെ. 1 പോട്ടെ. 2 പോട്ടെ. 3 പോട്ടെ. 1 more 4 പൈസ പോട്ടെ. 9 എങ്ങനെയുണ്ട്? അപ്പോൾ എൻ്റെ സെറ്റ് ആയി. എൽദോസിൻ്റെ കഴിഞ്ഞ് ഇച്ചിരി ഹെവി ആയിരുന്നു കേട്ടോ. ഇച്ചിരി അല്ല, നല്ല ഹെവി ആയിരുന്നു കേട്ടോ. അപ്പോൾ ലാസ്റ്റ് വർക്കൗട്ടിൻ്റെ ലാസ്റ്റ് സെറ്റ് പോട്ടെ. എവിടെയോ വരാമെന്ന് പറഞ്ഞത് ഇപ്പോൾ വരാമെന്ന് പോയതാ, കണ്ടില്ല. എന്തായാലും മേടിക്കുമ്പോൾ തരും. ഓ ഇത് കൂടെ 5 6 7 8 9 പയ്യെ 10 1 2 പോട്ടെ 3 പോട്ടെ പില്ലർ കൂടെ 4 പോട്ടെ 5 കൊള്ളാം കേട്ടോ. സത്യത്ത് ഈ ശ്വാസം വന്നിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റാത്ത നടുപോയി. അപ്പോൾ വർക്കൗട്ടെല്ലാം കഴിഞ്ഞ് വൈൻഡപ്പ് ചെയ്യണം. ഇപ്പോൾ ആദ്യം അപ്പോൾ ബാക്ക് ഡേ വ്ളോഗ് ഇത്രേ ഉള്ളൂ. സോ ഇനി നാളെ ആംസ് ഡേ വ്ളോഗായിട്ട് നമുക്ക് വരാം. സോ പീക്ക് ഡേ 3 നാളെ ആംസ് ആണ്. സോ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൽദോസിൻ്റെ ഇൻസ്റ്റാ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ചെക്കൗട്ട് ചെയ്യുക. സോ ഇൻസ്റ്റാ ഫോളോ ആകാൻ ഇൻസ്റ്റാ ഫോളോ ചെയ്യും. ഫാമിലി ജോയിൻ ചെയ്യും. നമ്മൾ 4K സബ്സ്ക്രൈബേഴ്സിലേക്ക് അടുത്തോണ്ടിരിക്കുക. വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടാൻ ബെല്ലൈക്കൺ കൂടെ നിൽക്കുക. സോ അടുത്തൊരു വീഡിയോ കാണുമ്പോഴേ ബാൽനാസർ സൈനിങ് ഔട്ട്. ബൈ. എവിടെയായിരുന്നു പന്നുണ്ടോ ഗൈസ്? ആരും വിശ്വസിക്കില്ലേ, ഉമ്മാര് കള്ളന്മാരാ. ഞങ്ങൾ ആശാന രവീത എണ്ണോ.